ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാപ്സിക്കം മുട്ട ഫ്രൈ ആണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തേക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു മീഡിയം സൈസ് സവാള വേണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഈ ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ദാ ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഓയിൽ വേണം, ഉപ്പ് വേണം, 3 മുട്ട. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കവും ഇഞ്ചിയും എല്ലാം ഇതെല്ലാം ഞാൻ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഞാനൊരു പാത്രം സ്റ്റൗവിൽ ചൂടാവാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂക്കുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതൊരു 1/2 കപ്പ് ഉണ്ടായിരുന്നു. ഇതിന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാപ്സിക്കം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 മുട്ട ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുട്ട വേവുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം ഇത് കുക്കായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.